നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഏറെ ദുരൂഹതയും സംശയവും ജനിപ്പിച്ചതാണ് മലപ്പുറം പള്ളിപ്പുറ സ്വദേശി വിഷ്ണുജിത്തിന്റെ തിരോധാനം. വിവാഹത്തിന് 4 ദിവസം മുൻപ് കാണാതായ വിഷ്ണുജിത്തിനെ ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നു. ഊട്ടിയിൽ നിന്നാണ് മലപ്പുറം പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം വിഷ്ണുജിത്തിനെ കണ്ടെത്തിയത്. നേരത്തെ കുനൂരിൽ വെച്ച് ഒരു തവണ വിഷ്ണുവിന്റെ ഫോൺ ഓണായിരുന്നു. ഇവിടം കേന്ദ്രീകരിച്ച് പോലീസ് വ്യാപക പരിശോധന നടത്തിയിരുന്നു. വിഷ്ണു സുരക്ഷിതനാണെന്ന് പോലീസ് വ്യക്തമാക്കി. CV അനുമോദ് ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി. അനുമോദ്, 5ാമത്തെ ഇപ്പോൾ മലപ്പുറത്ത് വിഷ്ണുജിത്തിന്റെ കുടുംബം മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. അതൊക്കെ ഞാൻ വന്ന് അന്വേഷിച്ചാലേ അറിയുള്ളൂ. അവിടുന്ന് പോകുമ്പോൾ വളരെ ഹാപ്പി ആയിട്ടാണ് പോയത്. എന്താ പറ്റിയെന്നുള്ളത് അവൻ വന്ന് അന്വേഷിച്ചാൽ തന്നെ അറിയുള്ളൂ. CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, അല്പസമയം മുമ്പ് ന്യൂസ് 18നോട് കുടുംബം പ്രതികരിച്ചത് എന്താണ് സംഭവിച്ചതെന്ന് അവർക്കറിയില്ല. വിഷ്ണുജിത്തിനെ കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ സന്തോഷം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും പല സംശയങ്ങളുണ്ട്. എന്താണ് വിഷ്ണുജിത്തിന് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരം എന്താണ്? വിഷ്ണുജിത്ത് സുരക്ഷിതനാണെന്ന് പറയുന്നുണ്ട്. മറ്റു കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ അനുമോദ്? ടോം, ഇത് സംബന്ധിച്ച് നമുക്ക് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അറിയാൻ കഴിഞ്ഞത് വലിയ ദുരൂഹതകൾ, അതായത് നമ്മൾ ആശങ്കപ്പെട്ടിരുന്നത് പോലെ വലിയ ദുരൂഹതകൾ ഇതിന്റെ പിന്നിൽ ഇല്ല എന്നുള്ളതാണ്. വിഷ്ണുജിത്ത് ഈ ഒരു കാര്യം സ്വേച്ഛയാൽ ചെയ്തതാണ് എന്ന സൂചനകളാണ് ആദ്യ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്നത്. വിഷ്ണുജിത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. കല്യാണം സംബന്ധിച്ച് വലിയ ചെലവ് വരാൻ പോകുന്നു. ഇതെങ്ങനെ കൈകാര്യം ചെയ്യുന്ന ആശങ്കകൾ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള നിരവധി ആശങ്കകൾ ഈ ഒരു തിരോധാനത്തിന് വഴിയൊരുക്കിയോ എന്ന സംശയമാണ്. അതിനി പോലീസിന്റെ ഭാഗത്ത് നിന്നൊരു സ്ഥിരീകരണം ലഭിക്കേണ്ടതാണ്. കാരണം ഇപ്പോൾ പോലീസ് സംഘത്തിന്റെ കൂടെയാണ് വിഷ്ണുജിത്ത് ഉള്ളത്. ഊട്ടിയിൽ നിന്നും അല്പസമയത്തിനകം അവർ പുറപ്പെടും. ഏതാണ്ട് 6 മണിയോടെ അവർ മലപ്പുറത്ത് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മലപ്പുറം DSP ഓഫീസിലോ മലപ്പുറം പോലീസ് സ്റ്റേഷനിലോ ആയിരിക്കും ആദ്യം ഈ വിഷ്ണുജിത്തിനെ കൊണ്ടുവരിക. അവിടെ നിന്നും കോടതിയിൽ ഹാജരാക്കണം. കാരണം മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോടതിയിൽ ഹാജരാക്കി അദ്ദേഹത്തെ വീട്ടിലേക്ക് പോകാൻ അനുവദിക്കും. ഇതാണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ളത്. മറ്റു കൂടുതൽ ദുരൂഹതകളും ആശങ്കകളൊന്നുമില്ല എന്നാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന സൂചന. ഇയാൾ സ്വേച്ഛയാൽ സ്വന്തം ഇഷ്ടപ്രകാരം ഇത്തരത്തിലൊരു യാത്ര നടത്തി എന്ന തരത്തിലാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് അന്വേഷണ സംഘത്തിൽ ലഭ്യമാകുന്ന വിവരം. സാമ്പത്തിക പ്രതിസന്ധി ആണ് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നത്. ഇതിനിടയിൽ എപ്പോഴോ ഈ പ്രതിശ്രുത വധുവുമായിട്ട് ഇയാൾ സംസാരിച്ചപ്പോഴാണ് താൻ കാണാതായതിന് പിന്നാലെ പോലീസ് കേസെടുക്കുകയും അന്വേഷണ സംഘത്തിൻ്റെ ഈ വലിയ തോതിൽ അന്വേഷണം നടക്കുന്ന കാര്യമൊക്കെ ഇയാൾ അറിയുന്നത് എന്നും ഈ ഒരു പ്രതിശ്രുത വധുവിനോട് ഇയാൾ സംസാരിച്ചതായിട്ടാണ് വിവരം കിട്ടുന്നത്. അങ്ങനെയാണ് ഇയാൾ ഇപ്പോൾ കൂനൂരിൽ നിന്നും പോലീസ് സംഘത്തിന് ഇയാളെ തിരിച്ചറിയുന്നതും ഇയാളെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നത്. എന്താണെങ്കിലും മറ്റ് കൂടുതൽ ദുരൂഹതകൾ, അതായത് ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതായിട്ടോ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളിൽപ്പെട്ട് കുടുങ്ങിപ്പോയതായിട്ടോ ഉള്ള വിവരങ്ങൾ ഇല്ല. സ്വേച്ഛാപ്രകാരം സന്തോഷപ്രകാരമാണ്. തീർച്ചയായും അതായിരുന്നു അനുമോദ് വലിയ ആശങ്ക ജനിപ്പിച്ചത്. കാരണം അത്തരം ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയോ, ഈ വിഷ്ണുജിത്തിന്റെ കൈവശം പണമുണ്ട്, ആ പണം തട്ടിയെടുക്കാനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പകവീട്ടലിന്റെ ഭാഗമായിട്ടോ തട്ടിക്കൊണ്ടുപോയത് ആണോ എന്ന രീതിയിലുള്ള പല സംശയങ്ങളും ഉയർന്നിരുന്നു. വിഷ്ണുജിത്തിന്റെ കുടുംബത്തെ മാത്രമല്ല, ഇത് പോലീസ് ഒന്നടങ്കം ഇത് വലിയ ആശങ്കയോടെയാണ് ഈ സംഭവത്തെ കണ്ടത്. ഒടുവിൽ ആശ്വാസകരമായിട്ടുള്ള കാര്യം വിഷ്ണുജിത്തിനെ കണ്ടെത്തി എന്നുള്ളതാണ്. പക്ഷെ എന്തിനാണ് വിഷ്ണുജിത്ത് നാട് വിട്ടത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വേണമല്ലോ. കാരണം ഇത് ഒരു പെൺകുട്ടിയുടെ ജീവൻ തന്നെ തകർക്കുന്ന രീതിയിൽ വിവാഹ ദിവസം ആ കുടുംബം, ആ പ്രതിശ്രുത വധുവിന്റെ കുടുംബം, വിഷ്ണുജിത്തിന്റെ കുടുംബം, ഇവരൊക്കെ ഇതിനുവേണ്ടി വിവാഹത്തിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നു. ഈ ഒരു വിവാഹത്തോട് താല്പര്യമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ ഇയാൾ നാടുവിടാൻ? നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പറയുമ്പോൾ അത് നമുക്ക് ലഭിച്ച വിവരങ്ങളും കുറച്ച് അന്വേഷിച്ച കാര്യങ്ങളും കൂട്ടിച്ചേർത്താണ്. അത് അങ്ങനെ തന്നെ ആകണം എന്ന് നമുക്ക് പറയാനാകില്ല. എനിക്ക് മനസ്സിലാക്കിയാൻ കഴിഞ്ഞൊരു കാര്യം, ഈ യുവതിയുമായിട്ട് ഇയാൾ പ്രണയത്തിലായിരുന്നു. ദീർഘകാലത്തെ പ്രണയമാണ്. ഈ യുവതിക്ക് ഇയാളെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇവരുടെ വിവാഹം അവർ സ്വേച്ഛയാ തീരുമാനിച്ചതാണ്. അതിന് വീട്ടുകാർക്കും തടസ്സമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ വിഷ്ണുജിത്ത് സാമ്പത്തികമായിട്ട് വലിയ അച്ചടക്കമുള്ള ആളായിരുന്നില്ല എന്നാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇയാൾ കഞ്ചിക്കോടാണ് ജോലി ചെയ്യുന്നത്. ഇയാളുടെ വീട്ടുകാർക്ക് ഈ വിഷ്ണുജിത്തിൻ്റെ ജോലിയെക്കുറിച്ചോ അവിടുത്തെ സുഹൃത്ത് വലയത്തെക്കുറിച്ചോ ഒന്നും വലിയ ധാരണയില്ല. കാരണം കൃത്യമായൊരു അകലം വെച്ചാണ് ഈ തൊഴിലിടവും വീടും ഒക്കെ ആയിട്ട്
വിഷ്ണുജിത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടുകാർ കൃത്യമായിട്ട് ഇയാളുടെ എത്ര രൂപ ശമ്പളം കിട്ടുന്നത്, എങ്ങനെയാണ് ഈ പണം പോകുന്നത്, അത്തരം കാര്യങ്ങളൊന്നും ഇയാൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സാമ്പത്തികമായിട്ടുള്ള ഒരു അച്ചടക്കം ഇയാൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന തരത്തിലാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭ്യമാവുന്ന ഒരു റിപ്പോർട്ട്. അങ്ങനെയാണ് എന്നല്ല, ആയിരിക്കാനുള്ള സാധ്യത മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കല്യാണം എടുക്കുന്നു, ഈ ചെലവിൻ്റെ കാര്യം വരുന്നു. അപ്പോൾ ഇയാൾക്ക് സംബന്ധിച്ച് ഈ ഒരു പ്രതിസന്ധി, സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ഈ ഒരു ബുദ്ധിമുട്ട് മറികടക്കാൻ മറ്റു വഴികളൊന്നും കാണുന്നില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലാകാം ഒരുപക്ഷെ ഇയാൾ ഇവിടെ നിന്ന് വിട്ടു നിന്നത് അല്ലെങ്കിൽ മാറി നിന്നത് എന്ന് വേണം കരുതാൻ. ഒരുപക്ഷെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ പെൺകുട്ടിയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അതായത് പ്രണയിച്ച പെൺകുട്ടിയാണ്, അവർ തമ്മിൽ ഇഷ്ടത്തിലാണ്, അതുകൊണ്ട് തന്നെ മറ്റൊരു ദിവസത്തേക്ക് വിവാഹം മാറ്റി വയ്ക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല, വീട്ടുകാർക്കാണ് ഇതിൻ്റെ പ്രശ്നം മുഴുവൻ ഉണ്ടാകുന്നത്. അങ്ങനെ ആ ഒരു സാഹചര്യം അങ്ങനെ ആകാനാണ് സാധ്യത. രണ്ടാമതായിട്ട് ഒരുപക്ഷെ ഇയാൾ ഇതിൻ്റെ വരുംവരായികളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയോ അത്തരത്തിലുള്ള ചിന്തകളൊന്നും തന്നെ ഇയാൾക്ക് ഉണ്ടായിട്ടുണ്ടാവും എന്ന് കരുതാനാകില്ല. അത്രമാത്രം ഒരു ദീർഘവീക്ഷണത്തോടെ ഈ കാര്യങ്ങൾ അയാൾ കരുതി കാണില്ല എന്ന് തന്നെ വേണം പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ. കാരണം കല്യാണത്തിന് 4 ദിവസം മുൻപ് കൈവശമുള്ള പണവുമായി പോകുന്നു, പാലക്കാടെത്തുന്നു, കഞ്ചിക്കോട് നിന്ന് സുഹൃത്തിൻ്റെ നിന്ന് പണം വാങ്ങുന്നു, അതിനുശേഷം കോയമ്പത്തൂരിലേക്ക് പോകുന്നതാണ് വിവരം. കോയമ്പത്തൂരിൽ നിന്നായിരിക്കും ഒരു വർഷം കൂനൂരിലേക്ക് പോയത്. ഈ ദിവസങ്ങളിലൊക്കെ ഇയാൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വേറെ എവിടെയെല്ലാം പോയി എന്തെല്ലാം ചെയ്തു എന്ന കാര്യമൊന്നും അറിയില്ല. ഒരുപക്ഷെ രണ്ട് തരത്തിലാണ്. ഒന്നുകിൽ ഇയാൾ ഇതിൻ്റെ ഈ ഒരു പ്രത്യാഘാതത്തെക്കുറിച്ച്, സാമൂഹ്യപരമായിട്ടുള്ള കുടുംബത്തിലുണ്ടാകുന്ന ഈ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഇയാൾക്ക് അറിയുകയുണ്ടായിരിക്കില്ല, അതല്ലെങ്കിൽ അയാൾ അതിനെക്കുറിച്ച് ബോധേഡായിരിക്കില്ല, അല്ലെങ്കിൽ കൂടുതൽ ചിന്തിച്ചിരിക്കില്ല. എന്തിനാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകൾ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള, പോലീസിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ഏക വസ്തുത. ഇയാൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. അതാണ് അനുമോദ്, നമ്മൾ സാധാരണ മാനുഷികമായി ചിന്തിക്കുമ്പോൾ ഒരു സാമൂഹ്യ പ്രതിബദ്ധത വേണം. പ്രത്യേകിച്ച് 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. സാമൂഹ്യ പ്രതിബദ്ധത, അതല്ലെങ്കിൽ സ്വന്തം കുടുംബത്തോടെങ്കിലും പ്രതിബദ്ധത, അതുമല്ലെങ്കിൽ പ്രണയിക്കുന്ന പെൺകുട്ടിയോടെങ്കിലും ആ ഒരു പ്രതിബദ്ധത വേണ്ടേ? അതല്ലാതെ ഇങ്ങനെ ഇവരെയൊക്കെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ വിഷ്ണുജിത്ത് നാട് വിടണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും വിവാഹത്തിന് 4 ദിവസം മുൻപ്, ആ വിവാഹം പോലും മുടങ്ങുന്നൊരവസ്ഥ എന്തിന് സൃഷ്ടിച്ചു എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. ഒരുപക്ഷെ വിഷ്ണുജിത്ത് തിരികെ നാട്ടിലെത്തി അതിനുശേഷം മാത്രമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത കൈവരികയുള്ളൂ. എങ്കിൽ പോലും ഇപ്പോൾ അന്വേഷണ സംഘം വിഷ്ണുജിത്തിനെ പ്രാഥമികമായിട്ടെങ്കിലും ചോദ്യം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരം, അനുമോദ്? പോലീസിന്റെ പക്കൽ നിന്ന് ലഭ്യമായ വിവരങ്ങൾ ചില സൂചനകൾ മാത്രമാണ്. കാരണം ഇയാളെ ഇവിടേക്ക് കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയൂ എന്ന ഒരു തരത്തിലാണ് പോലീസ് കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. കാരണം ഇപ്പോൾ അന്വേഷണത്തിലെ ചില ഉദ്യോഗസ്ഥർ മാത്രമാണ് അവിടെയുള്ളത്. പ്രാഥമികമായിട്ട് ഈ പറഞ്ഞ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് തന്നെയാണ് സൂചന. അയാളുടെ സാമ്പത്തിക പ്രതിസന്ധി, രണ്ടാമത് ടോം പറഞ്ഞ ഒരു കാര്യമാണ് സാമൂഹ്യ പ്രതിബദ്ധത. ഇത് നമ്മൾ ഈ ഒരു വിഷയം പറയുമ്പോൾ അല്പം വിമർശനാത്മകമായിട്ട് ഈ വിഷയത്തിൽ സംസാരിക്കാമോ എന്നൊക്കെ ചോദിക്കാം. അതൊരു സോഷ്യൽ ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ വിമർശിക്കപ്പെട്ടേക്കാം. പക്ഷേ ആ പറഞ്ഞ സാമൂഹ്യ പ്രതിബദ്ധത ഇല്ല എന്ന തരത്തിലേക്ക് തന്നെ വേണം ഈ ഒരു ഘട്ടത്തിൽ കാര്യങ്ങളെ വിലയിരുത്തുവാൻ. കാരണം കേവലം സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രതിസന്ധി മറികടക്കുവാൻ വിവാഹം തന്നെ. അനുമോദിലേക്ക് ഉടനെ എത്താം. ഇപ്പോൾ വിഷ്ണുജിത്തിന്റെ അമ്മ സ്പോട്ട് ലൈവിൽ തത്സമയം ചേരുന്നുണ്ട്. അമ്മ, വളരെ നിങ്ങളെ സംബന്ധിച്ചൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. കാരണം മകനെ 5 ദിവസത്തിന് ശേഷം കണ്ടെത്തിയിരിക്കുന്നു. പോലീസുമായി അതല്ലെങ്കിൽ വിഷ്ണുജിത്തുമായി ബന്ധപ്പെടാൻ ഫോണിലെങ്കിലും സംസാരിക്കാൻ കഴിഞ്ഞോ? ഇല്ല, എന്നോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. വീട്ടിലുള്ള ആരെങ്കിലുമായിട്ട് വിഷ്ണുജിത്ത് ഫോണിൽ സംസാരിച്ചോ? അച്ഛനോട് സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. വിഷ്ണു സംസാരിച്ചത് ഞാൻ കേട്ടിട്ടില്ല, എന്നോട് സംസാരിച്ചിട്ടില്ല. എന്താ പറഞ്ഞത് വിഷ്ണുജിത്ത്? എന്താ പറഞ്ഞേ? എന്തിനാണ് ഈ വിവാഹത്തിന് 4 ദിവസം മുൻപ് വീട്ടിൽ നിന്ന് പോയത് എന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അച്ഛനോടോ അല്ലെങ്കിൽ പോലീസിനോടോ വിഷ്ണുജിത്ത് വ്യക്തമാക്കിയിട്ടുണ്ടോ? ഇല്ല, ഇനിയിപ്പോ വീട്ടിൽ വന്നിട്ട് ചോദിച്ചറിയാന്ന് കരുതി. അവന് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കണ്ട കരുതിയിട്ട് ഒന്നും ചോദിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു മാനസിക സംഘർഷം വിഷ്ണുജിത്തിന് ഉണ്ടായിരുന്നു? പ്രത്യേകിച്ചും വിവാഹത്തിന്റെ ദിവസങ്ങളാണ്. സാമ്പത്തികമായിട്ടുള്ള പ്രയാസമോ മറ്റെന്തെങ്കിലും മാനസികമായ ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ വിഷ്ണുജിത്തിനെ സംബന്ധിച്ച്?
അവന് സാമ്പത്തികമായിട്ട് എന്ന് പറഞ്ഞാല് അവന് ജോലി ചെയ്ത ക്യാഷ് അല്ലാതെ അവന് സേവിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിൻ്റെതായ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവന്റെ പെങ്ങള് അവന് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ താലിമാല അവൻ വാങ്ങാന്ന് പറഞ്ഞതുകൊണ്ടാണ് അതിലേക്ക് നോക്കാതിരുന്നത്. അത് അവൻ ചെയ്യാന്ന് പറഞ്ഞതിനുള്ള ക്യാഷ് അവന്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞു. അത് ഇല്ല എന്നുള്ള വിവരം നമുക്കറിയായിരുന്നെങ്കിൽ നമ്മൾ അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യായിരുന്നു. പക്ഷെ അതിനെപ്പറ്റി നമ്മളോട് അവനൊന്നും പറഞ്ഞിട്ടില്ല. അന്ന് കാണാതായെന്ന് പോയെന്നും അതിനാണ് പോകുന്നത്, അല്ലെങ്കിൽ അതിന് വേണ്ട ക്യാഷ് സ്വരൂപിക്കാൻ വേണ്ടി പോവുകയാണ് എന്നൊന്നും നമുക്കറിയില്ല. പുറത്തു പോകുന്ന രീതിയിലാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. എന്തെങ്കിലും ഒരു സൂചന തന്നിരുന്നെങ്കിൽ ഞങ്ങൾ ഇത്രയും ചെയ്ത സ്ഥിതിക്ക് അതും കൂടി ഞങ്ങൾ എന്തെങ്കിലും ചെയ്യായിരുന്നു. പക്ഷെ അവന് ഞങ്ങളോട് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. പാലക്കാട് പോയി അവന്റെ ഫ്രണ്ട് ശരത്ത് പറയുമ്പോഴാണ് അവനിങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതും ശരത്തിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിയതായിട്ടും ഒക്കെ ശരത്ത് പറയുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. ഞങ്ങളായിട്ട് അവന് സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ചെയിന് വാങ്ങാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ള ഒരു രീതിയിൽ ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല. അത് തലേ ദിവസം പോലും ഞങ്ങൾ അതിനെപ്പറ്റി ചോദിച്ചതാണ്. അപ്പൊ പറഞ്ഞു എല്ലാം റെഡിയാണ് അമ്മ, താലി മാലയൊക്കെ റെഡിയാണ് എന്ന് അവൻ ഞങ്ങളോട് പറഞ്ഞതാണ്. പെങ്ങളും ചോദിച്ചതാണ് മാല വാങ്ങിയെന്ന് വെച്ചാൽ അതൊക്കെ റെഡിയാണ്, ആ സമയമാകുമ്പോ എല്ലാം ഉണ്ടാവും എന്ന് പറഞ്ഞതാണ്. പക്ഷെ അവന് അത് വാങ്ങാൻ അവന്റെ കയ്യിൽ ക്യാഷ് ഇല്ലായിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയില്ല. ഈ ശരത്ത് പറയുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത്. അമ്മ, ഈ വിഷ്ണുജിത്തിനെ കാണാതായ ശേഷം വിഷ്ണുജിത്ത് എപ്പോഴെങ്കിലും ഫോണില് ഈ ദിവസങ്ങൾക്കിടെ നിങ്ങൾ വീട്ടിലുള്ള ആരെങ്കിലുമായിട്ടോ അല്ലെങ്കിൽ ആ പ്രതിസുദ്ധ വധുവായിട്ടോ ഫോണിൽ സംസാരിച്ചിരുന്നു? അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ? ഇല്ല. ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ചോദിക്കുന്നുണ്ട്. ആര് വിളിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്റെ ബന്ധുക്കളും അവരുടെ വീട്ടുകാരും എല്ലാവരും നാട്ടുകാരും ഒക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വിളി വന്നാൽ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരെയും പോയതിന് ശേഷം വിളിച്ചിട്ടില്ല എന്നാണ് അറിവ്. അവന്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തോ എന്നുള്ളത് നമുക്കറിയില്ല. അതല്ലാതെ ഞങ്ങളെ ബന്ധുക്കളോ വീട്ടുകാരോ പെണ്ണിന്റെ വീട്ടുകാരോ ആരുമായിട്ടും കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പാണ്. വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവന്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും, ക്ലോസ് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ടുണ്ടാവുള്ളൂ. നമ്മളെ ആരും വിളിച്ചിട്ടില്ല. എന്തായാലും അമ്മ, ഈ ആശ്വാസം നിങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ച് സന്തോഷകരമായ കാര്യമാണ്. ഈ പോലീസിന്റെ അന്വേഷണത്തോട് എങ്ങനെയായിരുന്നു? നിങ്ങളുടെ ഒരു തൃപ്തികരമായിരുന്നു? കാരണം ഒരു 5 ദിവസത്തിന് ശേഷമാണ് വിഷ്ണുജിത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞത്. പോലീസ് കാര്യക്ഷമമായിട്ട് തന്നെയാണോ വിഷ്ണുജിത്തിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള അന്വേഷണം നടത്തിയത്? അതെ, പോലീസുകാര് കാര്യമായിട്ട് തന്നെയാണ് അന്വേഷിച്ചത്. അവരുടെ ഭാഗത്തുനിന്ന് ഏതൊക്കെ രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്യുകയും അപ്പപ്പോ ഞങ്ങൾക്ക് റിപ്പോർട്ട് തരികയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വിളിക്കുമ്പോഴൊക്കെ അവര് ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട്. എവിടെയാണെങ്കിലും കണ്ടുപിടിച്ച് തരും എന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്ക് അവര് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവര് ഇത്രയും ദിവസം താമസിച്ചത് എന്താന്ന് വെച്ചാൽ ഈ ലൊക്കേഷൻ, അവൻ എവിടെയാണെന്നുള്ള ലൊക്കേഷൻ നമ്മളെ പുറത്ത് വിട്ടുകൊണ്ടിരുന്നു. ചാനലിൽ അത് ഇങ്ങനെ ഔട്ടാക്കിയത് കൊണ്ട് അവൻ ആ ലൊക്കേഷൻ വിട്ട് അങ്ങനെ മാറി മാറി പോയതായിരിക്കാം ഊട്ടിയിലെത്തിയത് എന്നാണ് എൻ്റെ ഒരു നിഗമനം. പോലീസുകാർ ഇവിടുന്ന് പാലക്കാട് നിന്ന് അന്വേഷിച്ച് ഊട്ടി വരെ അന്വേഷിച്ചിട്ടുണ്ട്. അവൻ അങ്ങനെ നമ്മള് ന്യൂസിൽ ഇങ്ങനെ കാണിക്കുന്നോണ്ടായിരിക്കാം ലൊക്കേഷൻ അങ്ങനെ മാറി മാറി പോയത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. അവര് കണ്ടുപിടിച്ച് തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. വ്യക്തമാണ്. വിഷ്ണുജിത്തിന്റെ അമ്മയാണ് ന്യൂസ് 18നോട് പ്രതികരിച്ചത്. വളരെ കുടുംബത്തെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പോലീസ് അതിവേഗത്തിൽ തന്നെ മകനെ കണ്ടെത്താൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു. അതിന് നന്ദി അവർ പ്രകടിപ്പിക്കുന്നുമുണ്ട്. CV അനുമോദിലേക്ക് വീണ്ടും പോവുകയാണ്. അനുമോദ്, വിഷ്ണുജിത്തിന്റെ അമ്മ വളരെ വേദനയോട് കൂടിയാണ്. കാരണം കഴിഞ്ഞ 5 ദിവസം ഈ മകനെ കാണാത്തതിൻ്റെ വലിയ മാനസിക പ്രയാസം അനുഭവിച്ചൊരു അമ്മയാണ്. വിഷ്ണുജിത്തിന് സാമ്പത്തിക പ്രയാസമുണ്ടായിരുന്നു, അതുകൊണ്ട് മാറി നിന്നതായിരിക്കാമെന്ന കാര്യം മാത്രമാണ് അവർ പങ്കുവെക്കുന്നത്. അതിനപ്പുറം മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് വിഷ്ണുജിത്തിനെ വിശദമായി ചോദ്യം ചെയ്താലേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ.
ഇപ്പോൾ ഒരു കാര്യവും കുടുംബം ചോദിച്ചില്ല. മകൻ സന്തോഷത്തോടെ വരട്ടെ, അവന് മാനസികമായ ബുദ്ധിമുട്ടുകൾ കാണും എന്നൊക്കെയാണ് അമ്മ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും എപ്പോഴത്തേക്ക് വിഷ്ണുജിത്തിനെ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം? അനുമോദ്, ടോം, ഇപ്പോൾ വിഷ്ണുവുമായിട്ടുള്ള സംഘം ഗൂഡല്ലൂർ പിന്നിട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഗൂഡല്ലൂർ കഴിഞ്ഞ നാടുകാണി ചുരം വഴി വഴിക്കടവിലേക്ക് എത്തും. ഏതാണ്ട് ഒരു 3/4 മണിക്കൂറാണ് വഴിക്കടവ് എത്തും. വഴിക്കടവിൽ നിന്നും 2 മണിക്കൂർ കൊണ്ട് മലപ്പുറത്തേക്ക് എത്താൻ സാധിക്കും. എന്താണെങ്കിലും ഇപ്പോൾ 2:30 ആകുന്നു. 5 മണിയോടെ സംഘം മലപ്പുറത്ത് എത്താനാണ് സാധ്യത. നിലവിലെ സാഹചര്യത്തിൽ ഇനി എവിടെയെങ്കിലും വഴിക്കടവ് പോലീസ് സ്റ്റേഷനിൽ നിർത്തുമോ മറ്റെന്തെങ്കിലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണോ ഒന്നും അറിയുകയില്ല. എന്താണെങ്കിലും വൈകുന്നേരത്തിന് മുമ്പ് തന്നെ വിഷ്ണുവുമായിട്ടുള്ള സംഘം മലപ്പുറത്തെത്തും. മലപ്പുറം DYSP ഓഫീസിലേക്കാണോ മലപ്പുറം പോലീസ് സ്റ്റേഷനിലേക്കാണോ DSP ഓഫീസിലേക്കാണോ കൊണ്ടുപോകുക എന്നുള്ളത് ആ ഘട്ടത്തിൽ മാത്രമേ പോലീസ് വ്യക്തമാക്കുകയുള്ളൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കണം. കാരണം മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇയാളെ കോടതിയിൽ ഹാജരാക്കി ഇയാളെ കണ്ടുകിട്ടി എന്നത് കോടതിയിൽ ബോധ്യപ്പെടുത്തി തിരിച്ച് പിന്നീട് ഇയാളെ സ്വതന്ത്രനായിട്ട് അല്ലെങ്കിൽ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. എന്താണെങ്കിലും ഇന്ന് രാത്രി കോടതിയിൽ ഹാജരാക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് വരും മണിക്കൂറുകൾ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. ഏറ്റവും ആശ്വാസകരമായ കാര്യം വിഷ്ണുജിത്തിനെ കണ്ടെത്തി സുരക്ഷിതനായിട്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ പിന്നിൽ കൂടുതൽ ദുരൂഹതകൾ ഉണ്ടാകില്ല എന്ന തരത്തിലേക്ക് തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തും ആദ്യം ലഭിക്കുന്ന വിവരം. അമ്മയുടെ വാക്കുകൾ കൂടി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ ഒരു വിവാഹം പോലെ വലിയ. അനുമോദിലേക്ക് മടങ്ങിയെത്താം. അനുമോദ്, ഇപ്പോൾ വിഷ്ണുജിത്തിന്റെ സഹോദരി ന്യൂസ് 18 തത്സമയം ചേരുന്നുണ്ട്. വിഷ്ണുജിത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞത് സന്തോഷകരമായ കാര്യമാണ്. അമ്മ നേരത്തെ സംസാരിച്ചപ്പോൾ, വിഷ്ണുജിത്തിന്റെ അമ്മ നേരത്തെ ഞങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ചില സാമ്പത്തികമായിട്ടുള്ള പ്രയാസം ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കാം മകൻ പോയതെന്ന്. ചേച്ചിയോട് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ വിഷ്ണുജിത്ത് പറഞ്ഞിരുന്നോ? അത്തരം എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതോ മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രയാസങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പങ്കുവച്ചിരുന്നോ നേരത്തെ? ഇല്ലില്ല, അതായത് കല്യാണത്തിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയായിരുന്നു. അതിപ്പോൾ എല്ലാവർക്കും ഉള്ള പോലെ കല്യാണത്തിന്റെ സമയത്തുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിന് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കല്യാണത്തിന് ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള ക്യാഷ് അവന്റെ കയ്യിലുണ്ട് എന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത് നമ്മളടുത്ത്. ഇപ്പോൾ പോലീസ് അതിവേഗത്തിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു. ഇത് ഇന്ന് രാവിലെ വിഷ്ണുജിത്തിന്റെ ഫോൺ ഓണായി, അങ്ങനെയാണ് വിഷ്ണുജിത്ത് ഈ സ്ഥലത്തുണ്ട് എന്ന ഏകദേശ വിവരം ലഭിച്ചത്. ഇത് പോലീസിനാണോ ഈ വിഷ്ണുജിത്ത് ഫോണിൽ ബന്ധപ്പെട്ടത്? ആരുമായിട്ടാണ്? സഹോദരിയായിട്ടാണോ അതോ വിഷ്ണുജിത്തിന്റെ പ്രതിസുത വധുവായിട്ടാണോ ഫോണിൽ സംസാരിച്ചത്? അതായത് ഇന്നലെ വൈകുന്നേരം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം ഇവിടെ നമ്മുടെ വീട്ടില് കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു. കസിൻ സിസ്റ്റർ വന്നപ്പോൾ ഞങ്ങൾ ഇരുന്നിട്ട് വിളിച്ചപ്പോഴാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഫോൺ ഓണായി റിങ് ചെയ്തു, ഫോൺ എടുത്തു, പക്ഷെ ഒന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ തന്നെ നമ്മൾ പോലീസിനെ വിളിച്ച് ഇൻഫോം ചെയ്തു, ഇങ്ങനെ ഫോൺ ഓൺ ആയിട്ടുണ്ട്, ഒന്ന് ലൊക്കേറ്റ് അപ്പൊ അവര് പറഞ്ഞു അവരത് ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്, സ്ഥലം ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അങ്ങനെ രാവിലെ ഇപ്പോൾ രാവിലെ കുറച്ച് മുമ്പേ SP സാർ വിളിച്ച് പറഞ്ഞത് ആളെ കിട്ടിയിട്ടുണ്ട്, ഊട്ടിയിലുള്ള സ്ഥലത്താണ്. അപ്പൊ അവര് വളരെ പെട്ടെന്ന് തന്നെ അത് അന്വേഷിച്ച് കണ്ടെത്തി ഇപ്പൊ അവരുടെ കയ്യിൽ ആളുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് തന്നെ അവരുടെ രീതിയിൽ നല്ല രീതിയിൽ പോലീസ് അവരുടെ അന്വേഷണം കൊണ്ടുപോയിട്ടുണ്ട്. വിഷ്ണുജിത്തുമായിട്ട് കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഫോണിൽ സംസാരിച്ചോ? എന്തിനാണ് വീട്ടിൽ നിന്ന് മാറി നിന്നത്? എന്തെങ്കിലും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവെച്ചോ? ഇല്ല, നമ്മൾ അവനെ സംസാരിച്ചിട്ടില്ല. അവൻ പോലീസിന്റെ കൂടെയാണ് എന്നാണ് അവർ പറയുന്നത്. എന്തായാലും വിഷ്ണുജിത്തിനെ കണ്ടെത്തിയിരിക്കുന്നു. വിവാഹ ദിവസം ഇല്ലായിരുന്നു. ഇനി എന്തായിരിക്കും കുടുംബത്തിന്റെ ഒരു തീരുമാനം? എന്താണ് ഈ വിവാഹം ഈ ദിവസങ്ങളിൽ തന്നെ നടത്താനുള്ള ഒരു നടപടികൾ ഉണ്ടാകുമോ? അതൊന്നും നമ്മളിപ്പോ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ആലോചിക്കുന്നില്ല. എന്തായാലും അവനിങ്ങ് എത്തട്ടെ, അവനെത്തിയിട്ട് എന്താ സംഭവിച്ചെന്നുള്ള കാര്യം അറിഞ്ഞിട്ട് അതിനുശേഷം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അവനെത്തി എന്ത് സംഭവിച്ചെന്നുള്ള കാര്യം നമുക്ക് കറക്റ്റായിട്ട് ആദ്യം അറിയണമല്ലോ. അതിനുശേഷം ഇനി ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. വ്യക്തമാണ്. മലപ്പുറം SP
എസ് ശശിധരൻ ചേരുന്നുണ്ട്. സാർ, ഇപ്പോൾ വിഷ്ണുജിത്തിനെ കണ്ടെത്തി കുടുംബം തന്നെ അല്പസമയം മുമ്പ് ന്യൂസ് 18നോട് സംസാരിച്ചപ്പോൾ പോലീസ് അതിവേഗത്തിൽ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടു. വിഷ്ണുജിത്തിനെ കണ്ടെത്തിയതിന്റെ നന്ദിയൊക്കെ അവർ പങ്കുവയ്ക്കുകയും ചെയ്തു. വിഷ്ണുജിത്ത് ഇപ്പോൾ എവിടെയുണ്ട്, എന്തിനാണ് വീട്ടിൽ നിന്ന് മാറുന്നത്, ഇക്കാര്യങ്ങൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ സാർ? നമുക്കിപ്പോൾ അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ സ്പെഷ്യൽ ടീമിന്റെ കയ്യിലുണ്ട്. തമിഴ്നാട് പോലീസ് കൂടി സഹായത്തിലാണ് നമുക്കത് പിടിക്കാൻ പറ്റിയത്. അദ്ദേഹത്തിനോട് ഒരു സാവകാശം ചോദിച്ച് ഇപ്പോൾ അദ്ദേഹത്തെ സേഫായി കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സാവകാശം ചോദിച്ചിട്ട് മറ്റു കാര്യങ്ങൾ പിന്നീട് പറയാം. നമുക്ക് കഴിഞ്ഞ 5 ദിവസമായിട്ട് വളരെ ശ്രമിക്കുകയായിരുന്നു. പാലക്കാട്, കഞ്ചിക്കോട്, കോയമ്പത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നമ്മൾ അന്വേഷണം നടത്തി വരികയായിരുന്നു. അപ്പോഴാണ് നമുക്കൊരു ലൊക്കേഷൻ കിട്ടിയത് ഊട്ടി ഭാഗത്ത്. ഉടൻ നമ്മുടെ മലപ്പുറം ഡിവൈഎസ്പിയുടെ കീഴിലുള്ള സ്പെഷ്യൽ ടീം അങ്ങോട്ട് തിരിച്ചു. അതോടൊപ്പം ഞാൻ ഊട്ടി SP അവിടുത്തെ DSPമാരെയും കോൺടാക്ട് ചെയ്ത് അവരുടെ സ്പെഷ്യൽ ടീമിനെയും സ്ക്വാഡിനെയും വിട്ടു തന്നു. എല്ലാവരും കൂടെയുള്ള ഒരു ശ്രമത്തിന്റെ ഫലമായി ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തിനെ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നു, സെക്യൂർ ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാം. ഈ വിഷ്ണുജിത്ത് വീട്ടിൽ നിന്ന് മാറുന്നതിൽ എന്തെങ്കിലും സംശയം, എന്തെങ്കിലും ദുരൂഹതയുണ്ടോ, എന്തെങ്കിലും ഭീഷണിയോ മറ്റോ ഉണ്ടായിരുന്നോ, അതോ വ്യക്തിപരമായ കാരണങ്ങൾ കാരണം മാറി നിന്നു, വീട്ടിൽ നിന്ന് മാറി എന്നാണോ പറയുന്നത്? ഇല്ല, അദ്ദേഹത്തോട് വിശദമായി ചോദിച്ചാലേ അറിയാനുള്ളത്. നമുക്ക് കുറച്ച് സമയം മുമ്പാണ് നമുക്ക് അദ്ദേഹത്തെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തോട് കൂടുതലായിട്ട് ചോദിച്ചു വേണം അതെല്ലാം മനസ്സിലാക്കാൻ. യെസ്, വളരെയധികം നന്ദി ശ്രീ എസ് ശശിധരൻ, മലപ്പുറം SP ആണ് പ്രതികരിച്ചത്. വീണ്ടും CV അനുമോദിലേക്ക്. അനുമോദ്, പോലീസ് ഇപ്പോൾ വിഷ്ണുജിത്തിനെ കൂടുതൽ മാനസിക സംഘർഷമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുന്നില്ല. കൂടുതൽ ചോദ്യങ്ങളൊക്കെ പിന്നീടാകാം, ഇപ്പോൾ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കട്ടെ എന്നാണ് പറയുന്നത്. കുടുംബവും ആ രീതിയിലാണ്. വിഷ്ണുജിത്തിനെ കണ്ടെത്തിയെന്ന് പറഞ്ഞു, കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. പക്ഷേ എന്തിനു വേണ്ടി മാറി നിന്നു എന്ന കാര്യത്തെക്കുറിച്ചൊന്നും കുടുംബം വിഷ്ണുജിത്തിനോട് ചോദിച്ചിട്ടില്ല. എന്തായിരിക്കാം അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ പോലീസ് ഈ ഒരു ഘട്ടത്തിൽ തുറന്നു പറയുന്നുണ്ടോ? എന്തെങ്കിലും ദുരൂഹത പോലീസിന് സംശയിക്കുന്നുണ്ടോ? ടോം, ഇതിൽ വലിയ ദുരൂഹതകളൊന്നും പോലീസ് കണക്കാക്കുന്നില്ല. നേരത്തെ അമ്മ സൂചിപ്പിച്ച ഒരു കാര്യത്തിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് ഇതിൽ നിന്ന് പറയാം. താലിമാലയുടെ ഒരു പ്രശ്നം, താലിമാല വാങ്ങാനുള്ള പണം അത് അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്നില്ല എന്ന തരത്തിൽ വേണം ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. അതായത് വിവാഹത്തിൻ്റെ ചിലവുകൾ, അതിൻ്റെ തുടർന്നുള്ള ചിലവുകൾ, ഇതൊക്കെ കണക്കാക്കുമ്പോൾ അതിനുള്ളൊരു പണം അയാളുടെ കൈവശം ഉണ്ടായിരുന്നില്ല. ഈ താലിമാലയ്ക്കുള്ള പണം സ്വരൂപിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അതുപോലെ ഒരു പക്ഷേ സ്വരൂപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. അപ്പോൾ അതിൻ്റെ എല്ലാം സമ്മർദ്ദങ്ങളെ തുടർന്നാകാം ഇയാൾ ഈ നാട് വിട്ടത് എന്ന് വേണം കരുതാൻ. മറ്റു ദുരൂഹതകളൊന്നും ഇതിൻ്റെ പിറകിലുണ്ട് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുകയില്ല. നമുക്ക് അന്വേഷണത്തിൽ ഉള്ള പോലീസുകാരിൽ നിന്ന് ലഭിക്കുന്ന സൂചനകളും അപ്രകാരം തന്നെയാണ്. മറ്റ് കൂടുതൽ തരത്തിലേക്ക്, അതായത് ഒരു ദുരൂഹത ഇയാളെ തട്ടിക്കൊണ്ടുപോവുകയോ അങ്ങനെ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തിയോ മറ്റെന്തെങ്കിലും തരത്തിലേക്ക് ആളുകൾ ഇയാളെ ഉപദ്രവിക്കുകയോ അങ്ങനെയൊന്നും തന്നെ ഇതിൽ ഉണ്ടായിട്ടില്ല. ഇയാൾ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് ഇങ്ങനെ മാറി നിന്നത് എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോഴും നമുക്കുള്ളത്. അതിൻ്റെ കാരണം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് എന്നാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഇതിൻ്റെ വരുംവരായികളെക്കുറിച്ചൊന്നും ആഴത്തിൽ ചിന്തിക്കുകയോ അല്ലെങ്കിൽ മറ്റൊന്നും ഇയാൾ കണക്കിലെടുത്തിട്ടുണ്ടാകില്ല എന്ന് വേണം കരുതാൻ. മറ്റു തരത്തിലേക്കുള്ള ഒരു വിഷയങ്ങൾ ഇതിൽ വരുന്നില്ല എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ് ഇയാൾ ഈ ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാനാവുന്നത്. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ വിഷ്ണുജിത്തിനെ നാട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ കുറച്ചുകൂടി വിശദാംശങ്ങൾ ലഭ്യമാകും എന്ന് തന്നെ വേണം കരുതാൻ. ടോം, CV അനുമോദാണ് മലപ്പുറത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇപ്പോഴും ചില സംശയങ്ങളും ദുരൂഹതയൊക്കെ ബാക്കിയാണ്. എന്തിനു വേണ്ടിയാണ് വിഷ്ണുജിത്ത് വീട്ടിൽ നിന്ന് മാറി നിന്നത്? മറ്റേതെങ്കിലും ഭീഷണി ഉണ്ടായിരുന്നതോ വ്യക്തിപരമായ കാരണമാണോ മാറി നിൽക്കാനുള്ള കാരണം? പോലീസ് നിലവിൽ വിഷ്ണുജിത്തിനോട് കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല. ഒരുപക്ഷെ നാട്ടിലെത്തിച്ച ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരായുക. സൈബർ തട്ടിപ്പിലൂടെ സംഗീത സംവിധായകൻ ജെറി അമൽദേവിൽ നിന്നും പണം തട്ടാൻ ശ്രമം. വാർത്തയിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.
സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. സൈബർ തട്ടിപ്പിലൂടെ സംഗീത സംവിധായകൻ ജെറി അമൽദേവിൽ നിന്ന് പണം തട്ടാൻ ശ്രമം. CBI ഉദ്യോഗസ്ഥർ ചമഞ്ഞായിരുന്നു തട്ടിപ്പ്. 1,70,000 രൂപയാണ് ആവശ്യപ്പെട്ടത്. തട്ടിപ്പ് സംഘം കടുത്ത മാനസിക സംഘർഷത്തിലാക്കിയെന്നും പണമടയ്ക്കാൻ ബാങ്കിലെത്തിയപ്പോഴാണ് ചതി തിരിച്ചറിഞ്ഞതെന്നും ജെറി അമൽദേവ് ന്യൂസ് 18നോട് പറഞ്ഞു. ഒരാൾ എന്നെ വിളിച്ചു, ഒരു ഇൻസ്പെക്ടറാണ്, സെൻട്രൽ ഗവൺമെന്റിന്റെ CBI ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിളിക്കുകയാണ്. ഒരു കളവ് നടന്നിട്ടുണ്ട്, താങ്കൾക്ക് 2.5 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. അത് നരേഷ് ഗോയൽ എന്ന് പറയുന്ന ജെറ്റ് എയർവേസിന്റെ ഉടമസ്ഥൻ ചെയ്യുന്ന ഒരു കള്ളക്കളിയുടെ ഭാഗമായിട്ട് താങ്കൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അതിന് തെളിവുണ്ട്. താങ്കളുടെ എന്താണ് ഈ ATM കാർഡിന്റെ നമ്പറൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണ്. ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നിങ്ങൾ ആരോടൊന്നും പറയാൻ പാടില്ല. ഞങ്ങൾ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യണം. ബാങ്കിൽ പോയിട്ട് ഇത്രയും രൂപ ഇങ്ങോട്ട് അയക്കണം. ഒരു RTG നമ്പർ എന്തുകൊണ്ട് ആ നമ്പർ കിട്ടിയാൽ ഞാൻ നിങ്ങൾ ഇതിൽ നിന്ന് ഊരാം. ഇതിൽ നിന്ന് ആരോടെങ്കിലും ഇതിനെപ്പറ്റി സംസാരിച്ചാൽ 3 കൊല്ലം ജയിലിൽ പോയേണ്ടി വരും. ഞങ്ങൾ ഒന്ന് അറസ്റ്റ് ചെയ്യും. ഇത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ആരോടും സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ബാങ്കിൽ ചെന്ന് പൈസ ഇടാൻ പോയപ്പോൾ നമ്മുടെ സജ്ജന എന്ന് പറയുന്ന ബാങ്ക് മാനേജർ, ചെറുപ്പക്കാരി, എന്നോട് പറഞ്ഞു അത് ചെയ്യില്ല, ഇവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിത് ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോലീസിനെ വിളിച്ചു. പോലീസ് പറഞ്ഞത് തട്ടിപ്പാണ്, താൻ പേടിക്കുന്നതെന്ന് പറഞ്ഞു. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നവമി, ഈ വെർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞ് പണം തട്ടുന്ന സംഭവങ്ങൾ ഇപ്പോൾ ഒറ്റപ്പെട്ടതല്ല. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് യാക്കോബായ സഭയുടെ മെത്രാപ്പൊലീത്ത കൂറിലോസ് തിരുമേനിയുടെ പണം, അദ്ദേഹത്തിന് ലക്ഷങ്ങളോളം നഷ്ടപ്പെട്ടത്. അത് പിന്നീട് ഇതുപോലുള്ള സംഭവങ്ങൾ നിരവധി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഇതുപോലുള്ള കേസുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വളരെ പ്രായം ചെന്നവരെ അല്ലെങ്കിൽ വയോധികരാണ് പലപ്പോഴും ഇതുപോലുള്ള സൈബർ തട്ടിപ്പിൻ്റെയൊക്കെ ഇരകളാകുന്നതെന്നാണ്. ജെറി അമൽദേവിനെ എങ്ങനെയാണ് ജെറി അമൽദേവിൽ നിന്ന് എങ്ങനെ പണം തട്ടാൻ ശ്രമിച്ചു? എന്താണ് അദ്ദേഹം നൽകുന്ന വിവരങ്ങൾ? ടോം സൂചിപ്പിച്ചത് തന്നെയാണ്. അതായത് കുറച്ച് പ്രായം ചെന്ന ആളുകളെ, അവർക്ക് ഈ സൈബർ കുറ്റകൃത്യങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ സൈബർ തട്ടിപ്പുകളെ പറ്റിയൊന്നും വലിയ ജ്ഞാനമുണ്ടാകില്ല. അവരെ കേന്ദ്രീകരിച്ചിട്ടുള്ള തട്ടിപ്പാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായി നടക്കുന്നത്. നമുക്കറിയാം, ആഴ്ചകൾക്ക് മുൻപാണ് തിരുമേനിക്കും സമാനമായിട്ടുള്ള രീതിയിൽ ഒരു തട്ടിപ്പിന് ഇരയായത്. ഇപ്പോൾ വീണ്ടും സംഗീത സംവിധായകനായ ജെറി അമൽദേവും ഇതേ ഒരു സമാനമായിട്ടുള്ള തട്ടിപ്പിൽ പെട്ടുപോകുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ എടുത്തു പറയേണ്ടത്, ആ ബാങ്കിലെ മാനേജർ, അതായത് ഫെഡറൽ ബാങ്കിന്റെ പച്ചാളം ശാഖയിലെ മാനേജർ സജിനി, അവരുടെ ഒരു ഇടപെടലാണ് ഈ വലിയൊരു പണം നഷ്ടപ്പെടലിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിച്ചത്. അവരെ നമുക്ക് അഭിനന്ദിക്കാതെ മതിയാകില്ല. കാരണം അതായത് ജെറി അമൽദേവ് പൈസ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ കൂടിയും ആ ബാങ്ക് മാനേജർ പറയുന്നുണ്ട്, പറ്റില്ല, ഞാൻ ഇതിന് അനുവദിക്കില്ല എന്ന് അവർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ വലിയൊരു അപകടത്തിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിച്ചത്. ഈ സംഭവം നടക്കുന്നത് ഒരാഴ്ചയായി, അതായത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഉച്ചയോടുകൂടി ഇദ്ദേഹത്തിനൊരു ഫോൺ കോൾ വരുന്നു. അതൊരു വീഡിയോ കോളാണ്. അതൊരു CBI ഓഫീസിലെ ഉദ്യോഗസ്ഥനാണ്, മുംബൈ ധാരാവിയിലെ ഒരു പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പറഞ്ഞത് ജെറ്റ് എയർവേസിന്റെ ഉടമസ്ഥനെ, അയാളെ ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ അതിൽ ജെറി അമൽദേവിന്റെ അക്കൗണ്ടിൽ നിന്നും പണം കൈമാറ്റം ചെയ്യപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നമ്പറും അക്കൗണ്ട് നമ്പറും പാൻ അടക്കം ഇവർക്ക് കിട്ടി. അതിൽ 2.5 കോടി രൂപ വെളുപ്പിച്ചു എന്നുള്ളൊരു വിവരം ലഭിച്ചു. താങ്കൾക്ക് ഇതുമായി ബന്ധമുണ്ടോ? ഈ 2.5 കോടി രൂപ താങ്കൾ എന്ത് ചെയ്തു എന്ന് ജെറി അമൽദേവിനോട് ചോദിക്കുന്നു. ആദ്യ സമയത്ത് ഇത് കേട്ട് ഇദ്ദേഹം ചിരിക്കുന്നു. തനിക്ക് അതുമായി ബന്ധപ്പെട്ട് യാതൊരു അറിവുമില്ല എന്ന് പറയുന്നു. പക്ഷേ ഭീഷണിപ്പെടുത്തുന്നു. താങ്കൾ ചിരിക്കാൻ വേണ്ടിയിട്ടല്ല, താങ്കൾക്കെതിരെ ഇങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട്, തങ്ങളുടെ പക്കൽ താങ്കളുടെ അക്കൗണ്ട് അടക്കമുള്ള വിവരങ്ങളുണ്ട്, ഞങ്ങൾ ഉടനെ അറസ്റ്റ് ചെയ്യും. ഈ കേസിൽ നിന്നും ഒഴിവാകണമെങ്കിൽ ഈ ഒരു അക്കൗണ്ടിലേക്ക്, അതായത് ഇവർ പറയുന്ന അക്കൗണ്ടിലേക്ക് പൈസ ഇടണം. അത് 1,70,000 രൂപ ഇടണം. പക്ഷെ ആ പൈസ ഞങ്ങൾക്ക് വേണ്ട. ഈ ഒരു ബാങ്കിൽ ഈ അക്കൗണ്ടിലേക്ക് പൈസ ഇടുമ്പോൾ ബാങ്ക് മാനേജർ അല്ലെങ്കിൽ ബാങ്കിൽ നിന്നും
ഒരു നമ്പർ തരും. ആ നമ്പർ മാത്രം തങ്ങൾക്ക് മതി, ഈ പൈസ ഈ കേസിന്റെ അവസാന നിമിഷം നിങ്ങൾക്ക് തിരിച്ചു തരാം എന്നുകൂടി പറഞ്ഞിട്ടാണ് ഭീഷണിപ്പെടുത്തുന്നത്. ഈ സമയത്ത് തന്നെ ഇദ്ദേഹത്തിനോട് പറയുന്നുണ്ട്, ഇത് ആരോടും വെളിപ്പെടുത്തരുത്, ഇത് വളരെ സ്വകാര്യമായി ഇരിക്കേണ്ടതാണ്, കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസിയാണ്, ഒരു ഇന്ത്യൻ സീക്രസി ആക്ട് എന്നൊരു ആക്ട് വരെ ഉണ്ട്. ഈ ആക്ടിന് ഒരു സുപ്രീം കോടതിയുടെയൊക്കെ എംബ്ലം വെച്ചിട്ടുള്ള ഒരു ലിസ്റ്റ് അടക്കം ഇദ്ദേഹത്തിന് വാട്സപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഇന്ത്യൻ സീക്രസി ആക്ട്, ഈ ആക്ട് നിലവിലുണ്ടെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ ഭയപ്പെടുത്തുന്നു. അദ്ദേഹം എന്തായാലും ഇക്കാര്യം ആരോടും പറഞ്ഞില്ല. പിറ്റേന്ന് ഒരാഴ്ച നീണ്ട പ്രൊസീജിയർ, അതിനിടയ്ക്ക് ഇദ്ദേഹത്തെ ഇവർ വിളിക്കുന്നുണ്ട്, ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അതിന് ഓരോ ഉത്തരം പറഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനമാണ് ഈ അക്കൗണ്ടിലേക്ക് കാശിടാൻ പറയുന്നത്. എന്തായാലും അദ്ദേഹം ബാങ്കിലേക്ക് വരുന്നു. ബാങ്ക് മാനേജറോട് നമ്മൾ സംസാരിച്ചതാണ്, അവർ നമ്മളോട് പ്രതികരിച്ചതായിരുന്നു. ബാങ്ക് മാനേജർ വന്നു. സാധാരണ അദ്ദേഹം ഇവിടെ വരുന്ന ഒരു തീർച്ചയായും നവമിലേക്ക് ഉടൻ തിരികെ എത്താം. കാരണം 85 വയസ്സുള്ള ജെറി അമൽദേവിനെ പോലുള്ള ഒരു വ്യക്തി കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവിച്ച ഒരു മാനസിക സംഘർഷം അതൊരു പക്ഷേ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതിന്റെ അപ്പുറമാണ്. കാരണം ഇങ്ങനെ ഒരു വെർച്വൽ അറസ്റ്റ്, പിന്നീട് പണം വേണമെന്ന് ആവശ്യപ്പെടുന്നു, അതിന്റെ പേരിൽ ഭീഷണി, വലിയ മാനസിക സംഘർഷങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത്. പക്ഷെ നവമി നേരത്തെ സൂചിപ്പിച്ചതുപോലെ സജിന എന്ന ഫെഡറൽ ബാങ്കിന്റെ മാനേജർ, അവർ വളരെ വിദഗ്ധമായി ഇത് കൈകാര്യം ചെയ്തതുകൊണ്ടാണ് ജെറി അമൽദേവ് എന്ന സംഗീത പ്രതിഭ ഈ വലിയൊരു ചതിയിൽ നിന്നും രക്ഷപ്പെട്ടത് തന്നെ. നേരത്തെ അവർ ന്യൂസ് 18 പ്രതികരിക്കുകയും ചെയ്തു. ജെറി അമൽദേവിന്റെ പണം തട്ടാൻ ശ്രമിച്ച കേസിൽ ഈ ഫെഡറൽ ബാങ്ക് മാനേജർ സജിന മോൾ പറഞ്ഞത്, ജെറി അമൽദേവിനെ ഫോൺ കോളിൽ ഇരുത്തിക്കൊണ്ട് പണം ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ആദ്യഘട്ടത്തിൽ താൻ വിസമ്മതിച്ചു. തട്ടിപ്പാണെന്ന് മനസ്സിലായപ്പോൾ താൻ പോലീസിൽ വിവരം അറിയിച്ചു. പിന്നീട് ഈ ഒരു തട്ടിപ്പുകാരുമായി ഫോൺ കണക്ട് ആയതുകൊണ്ട് പേപ്പറിലൂടെ എഴുതിയാണ് ജെറി അമൽദേവിനെ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയതെന്നുമാണ് ബാങ്ക് മാനേജർ സജിന ന്യൂസ് 18നോട് പ്രതികരിച്ചത്. കഴിഞ്ഞ ദിവസം സാറ് ബ്രാഞ്ചിലോട്ട് കയറി വന്നു, ക്യാബിനിലോട്ട് ഡയറക്റ്റ് കയറി വന്നിട്ട് സാറിന് ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് വെച്ചാൽ ഭയങ്കര പാനിക്കായിട്ടാണ് പുള്ളി കയറി വന്നത്. അപ്പോഴേ നമുക്ക് ഒരു ഡൗട്ട് അടിച്ചു, എന്ത് പറ്റി സാറ് നോർമലി ഉള്ള ഒരു മാനേഴ്സ് അല്ല കാണിച്ചത്. അപ്പോൾ പെട്ടെന്ന് ചെയ്യണം. ഞാനപ്പോൾ ചോദിച്ചത് എന്താണ് പേർപ്പസ്, എന്തായിരുന്നു സാറ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എന്താ പേർപ്പസ് എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഇങ്ങനെ ഒരു ഹോം റിലേറ്റഡ് ട്രാൻസാക്ഷൻ ആണ്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സാർ അക്കൗണ്ട് ഡീറ്റെയിൽസ് തരൂ, ഞങ്ങൾ ചെക്കും സ്ലിപ്പും വെച്ചിട്ട് ഞങ്ങൾ എഴുതി റെഡിയാക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കാണ് ഡീറ്റെയിൽസ് കണ്ടപ്പോഴാണ് നമുക്ക് വീണ്ടും രണ്ടാമത്തൊരു ട്രിഗർ വന്നത്. എന്ന് വെച്ചാൽ ഒരു ജനതാ സേവ എന്ന് പറഞ്ഞൊരു അക്കൗണ്ടാണ്, അത് വേറെ ബാങ്കിൻ്റെ അക്കൗണ്ടാണ്. അത് മുക്തിയാർ നഗർ ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ബോംബെ ബേസ്ഡ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു, സാറിന് എന്തെങ്കിലും ഇവരുമായിട്ട് എന്തെങ്കിലും ലിങ്ക് ഉണ്ടായിട്ടാണോ അവർക്ക് ആ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സാറൊന്നും മിണ്ടുന്നില്ല, സാറ് എല്ലാം ആക്ഷനിലൂടെയാണ് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി സാർ വേറൊരു കോളിലാണ്, ഇയർഫോണിൽ വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടാണ് സാർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ബട്ട് അപ്പോഴും അപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചു, ഇത് തന്നെ ആവാനാ സാധ്യത അങ്ങനെ, അല്ലെങ്കിൽ നമുക്കൊരിക്കലും ഡയറക്റ്റ് ഞാൻ പറയുന്ന പോലെ അല്ല സംസാരിച്ചത്. ഞാൻ പറഞ്ഞു, സാർ ഒന്ന് കോൾ കട്ട് ചെയ്യാമോ, നമുക്ക് ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ട്, അന്ന് കോൾ കട്ട് ചെയ്യാമെന്ന് നോക്കുമ്പോഴത്തേക്ക് സാർ പറഞ്ഞു കോൾ കട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് അവിടെ നിന്ന് തന്നെ പറയുന്നുണ്ട്, ബാങ്ക് ഓഫീഷ്യൽസിനോട് സംസാരിക്കരുത്, UTR നമ്പർ കിട്ടി എന്നിട്ട് ബ്രാഞ്ചിൽ നിന്ന് പോന്നോളൂ എന്നുള്ള രീതിയിലൊക്കെയാണ് അവരവിടെ നിന്ന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ. അപ്പോൾ സാറിന് ഞാൻ ജസ്റ്റ് ഒരു പേപ്പറും പേനും എടുത്തിട്ട് എഴുതി കാണിച്ചു, സാറേ ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻസ് ഒരുപാട് നടക്കുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇത്രയും ഇതായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ സാർ പറഞ്ഞു, വേണ്ട, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തോളൂ, അതിപ്പോൾ എൻ്റെ ഫണ്ടല്ലേ, നിങ്ങൾ ചെയ്തു തന്നാൽ മതി. ഞാൻ പറഞ്ഞു, സാറേ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ റെഫ്യൂസ് ചെയ്യുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ചെയ്യാൻ പറ്റില്ല, അതിനുള്ള കാരണങ്ങൾ നമുക്കത് ബോധ്യപ്പെട്ടു, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തതെന്ന് പറഞ്ഞു. ഉടനെ തന്നെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് പോലീസ് സ്റ്റേഷനിൽ SI ആണ്, അനൂപ് സാറ്, പുള്ളിനെ വിളിച്ചു. പുള്ളി അപ്പോൾ തന്നെ പറഞ്ഞു, ഇത് അത് തന്നെ ആയിരിക്കും കേസ്, സെയിം മോഡസ് ഓപ്പറാൻഡിയാണ്, നമ്മൾ പറയുന്ന അനുസരിച്ചിട്ട് അതേ കാറ്റഗറിയിൽ വരുന്നതാണ്. പുള്ളി സംസാരിച്ചു സാറിൻ്റെ സംസാരിച്ചിട്ട് പറഞ്ഞു, അപ്പോഴാണ് കുറച്ചും കൂടി ഡിസ്ക്ലോഷർ വരുന്നത്, പോലീസിൽ നിന്നാന്ന് പറഞ്ഞപ്പോഴാണ് ഡിസ്ക്ലോഷർ വന്നിട്ട് പുള്ളി പറയുന്നത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അവർ അറസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അനൂപ് സാറ് പറഞ്ഞു, ഓൾറെഡി നമുക്ക് വാറണ്ട് ഇല്ലാതെ നമുക്ക് ആരെയും അറസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ രണ്ടുപേരും അത് നമ്മൾ ബോധവൽക്കരിച്ചിട്ടാണ് സാർ അതിൽ നിന്ന് മാറി അതെല്ലാം ക്യാൻസൽ ചെയ്തു, ചെക്സ് എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് പറഞ്ഞു ചെയ്യണ്ട, ട്രാൻസാക്ഷൻ ചെയ്യണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോഴും ഫോൺ ശരിക്കും പറഞ്ഞാൽ ഹാക്ഡ് ആണ്, ഫോൺ കംപ്ലീറ്റ്ലി ഹാക്ക് ആയിട്ടാണ് അവർ സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്കൊരു ആ ഫോൺ കട്ട് പോലും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. നവമി ദിനേശിലേക്ക് വീണ്ടും. നവമി,
ഈ ബാങ്ക് മാനേജർ നേരത്തെ നവമിയോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. അതിവിദഗ്ധമായിട്ടാണ് ഈ സജിന എന്ന മാനേജർ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത്. ഇതിനു മുൻപ് ഇതുപോലുള്ള ഏതെങ്കിലും തട്ടിപ്പിനെ കുറിച്ച് അവർക്ക് അറിയാമായിരുന്നോ? അതല്ലെങ്കിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ മുൻപ് കൈകാര്യം ചെയ്തിട്ടുണ്ടോ ഈ ബാങ്ക് ഉദ്യോഗസ്ഥ? തീർച്ചയായും ടോം, ആ ഉദ്യോഗസ്ഥ തന്നെ നമ്മളോട് പറയുന്നുണ്ട് ഇതിനു മുൻപും തനിക്ക് പല തവണ ഇത്തരത്തിലുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ, അതായത് ഇന്നൊരു അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആളുകൾ വരുന്നു. ആ അക്കൗണ്ട് നമ്പർ കാണുമ്പോൾ തന്നെ നമുക്കൊരു സംശയം തോന്നും. അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കാണുന്ന കസ്റ്റമേഴ്സ് ആകുമ്പോൾ അവരുടെ ഒരു രീതി, അല്ലെങ്കിൽ അവർ വലിയ ടെൻഷനിലാണോ വരുന്നതെന്നൊക്കെ വരുമ്പോഴും അല്ലെങ്കിൽ അവരുടെ ഒരു സംസാര രീതിയൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെയാണ് ജെറി അമൽദേവ് സാറിനെയും ഇത്തരത്തിൽ അദ്ദേഹവും ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലായത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടോം, എനിക്കിതിൽ കൗതുകകരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അതിശയകരമായി തോന്നിയത് അതായത് ഈ സൈബർ ലോകത്തിരിക്കുന്നവർ അവർ ഈ ജെറി അമൽദേവിന്റെ ഫോൺ ഹാക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അതായത് ഇവർ ഹാക്ക് ചെയ്ത് അദ്ദേഹം ഇക്കാര്യം വേറെ ആരോടത്തെങ്കിലും ഇക്കാര്യം പറയുന്നുണ്ടോ അതോ മെസ്സേജ് അയക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ഇദ്ദേഹത്തിന്റെ ഫോൺ ഹാക്ക് ചെയ്ത് നിരന്തരം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. മറ്റൊരു കാര്യം, ഇദ്ദേഹം ബാങ്കിൽ എത്തുമ്പോൾ കൂടിയും അവർ ഫോണിൽ ഉണ്ടായിരുന്നു. ഹെഡ്സെറ്റിൽ ഇദ്ദേഹം സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവർ കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ബാങ്ക് മാനേജർ പേപ്പറിൽ എഴുതി അദ്ദേഹത്തിനെ കാണിച്ചത്. അവർക്ക് ഉറപ്പുണ്ടായിരുന്നു ഇതൊരു ഫേക്കാണ്, ഇത് അപകടം പിടിച്ചതാണ്, അദ്ദേഹത്തിന്റെ പൈസ പോകുമെന്നുള്ള ഉറപ്പ് ബാങ്ക് മാനേജർക്ക് കൊണ്ടാണ് അവർ ഈ രീതിയിൽ ഇടപെട്ടത്. എന്തായാലും അവരെ അഭിനന്ദിച്ചേ മതിയാകൂ. മറ്റൊരു കാര്യം, ഇവർക്ക് ഇതിന്റെ ട്രെയിനിങ് തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് കൂടി സജിന പറയുന്നുണ്ട്. ഇതിനു മുൻപ് തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ്ങുകൾ തന്നിട്ടുണ്ട്. ഇത്തരത്തിൽ അപകടകരമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ സൈബർ കുറ്റകൃത്യങ്ങളിൽ പെട്ടുപോകുന്ന ആളുകളെ ഏത് വിധത്തിലൊക്കെ രക്ഷിക്കാമെന്ന കൃത്യമായിട്ടുള്ള ഒരു ട്രെയിനിങ് ഇവരുടെ ബാങ്കിൽ നിന്നും ബാങ്ക് ഉദ്യോഗസ്ഥരൊക്കെ ഇവർക്ക് നൽകിയിട്ടുണ്ടെന്നും ഈ മാനേജർ പറയുന്നുണ്ട്. ഒപ്പം ഇത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതിന് ശേഷം ഈ മാനേജറെ ഒരുപാട് കസ്റ്റമേഴ്സ് വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്കും ഇത്തരത്തിൽ അബദ്ധം പറ്റി, കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഒരു 50,000 രൂപ ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ വിളിച്ചു, നമ്മളെ അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങളുടെ പാഴ്സൽ, അതായത് ഈ മയക്കുമരുന്ന് തങ്ങളുടെ പേരിൽ ഒരു പാഴ്സലായി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിയെന്നൊക്കെ പറഞ്ഞ് വ്യാജ ഭീഷണി മുഴക്കി ഞങ്ങളൊക്കെ പൈസ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പല കസ്റ്റമേഴ്സും ഈ മാനേജറെ വിളിച്ചു പറയുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും വീണ്ടും ഇത്തരമൊക്കെ നമ്മൾ നിരന്തരം വാർത്തയാക്കിയിട്ടും വീണ്ടും ഇതിലേക്ക് അകപ്പെട്ടു പോകുന്നത് ഒരു വലിയ വിഷമകരമായിട്ടുള്ള സംഭവമാണ്. ഒരിക്കലും നമ്മുടെ ഒരു ഉദ്യോഗസ്ഥർ അവരൊരു പൈസ ആവശ്യപ്പെട്ടുകൊണ്ട് വിർച്വൽ രീതിയിൽ ഇരുന്നു കൊണ്ട് നമ്മളോട് പൈസ ചോദിക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് നമ്പറുകളോ അല്ലെങ്കിൽ ATMന്റെ പിൻ നമ്പറോ ഇതൊന്നും തന്നെ നമ്മുടെ ബാങ്ക് ഉദ്യോഗസ്ഥർ നമ്മെ വിളിച്ച് ചോദിക്കില്ല. ഇത് ബാങ്കും സർക്കാരും ഒക്കെ പലതവണ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടും ഇതുപോലെ നമ്മൾ വീണ്ടും അപകടത്തിൽ പെടുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം. എന്തായാലും ഈ ബാങ്ക് ഉദ്യോഗസ്ഥയുടെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ കൊണ്ടാണ് ജെറി അമൽദേവിന് തന്റെ പണം നഷ്ടപ്പെടാതിരുന്നത്. ടോം, തീർച്ചയായും വ്യക്തമാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇനി ഈ തട്ടിപ്പ് സംഘത്തെ കൂടി കണ്ടെത്തണം. കാരണം അതല്ലെങ്കിൽ ഇതുപോലുള്ള തട്ടിപ്പുകൾക്ക് ഇനിയും കൂടുതൽ ആളുകൾ ഇരയാകും. പക്ഷെ ഇതൊന്നല്ല, രാജ്യത്തെ വിവിധയിടങ്ങളിൽ നിന്നും സാധാരണക്കാരായ സാധുക്കളായ ജനങ്ങളെ കബളിപ്പിച്ച് വലിയ രീതിയിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് പ്രധാനമായും ഇരകളാകുന്നത് വയോധികരായിട്ടുള്ള ജനങ്ങളാണ്, വീട്ടമ്മമാരാണ്. മാത്രമല്ല വളരെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകളെ പോലും സൈബർ തട്ടിപ്പിന് ഇരകളാക്കിയ സംഭവങ്ങൾ കാണുന്നുണ്ട്. ഇത്തരം വാർത്തകൾ വീണ്ടും വീണ്ടും ഞങ്ങൾ പറയുന്നത് ഇത് ജനങ്ങൾക്ക് ഒരു ബോധവൽക്കരണത്തിന് വേണ്ടിയാണ്. പോലീസ് പലതവണ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതുപോലുള്ള എത്ര ഭീഷണി ഉണ്ടായാലും ഇതുപോലുള്ള തട്ടിപ്പിൽ നിങ്ങൾ ഇതുപോലെ കെണിയിൽ പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുക, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കുക, ഇതുപോലുള്ള ചതിയിൽ കുടുങ്ങാതിരിക്കുക. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ വയോധികയെ കൊന്നു കുഴിച്ചു മൂടിയതായി സംശയം. ആ വാർത്ത പരിശോധിക്കാം ഇടവേള കഴിഞ്ഞ്. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ വയോധികയെ കൊന്നു കുഴിച്ചു മൂടിയതായി സംശയം. സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തും. കടവന്ത്ര സ്വദേശിനി 73-കാരി സുഭദ്രയെ കഴിഞ്ഞ 4-ാം തീയതിയാണ് കാണാതായത്. സംഭവത്തിൽ ഒരാൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ശരണ്യ സ്നേഹജൻ ചേരുന്നു.
വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, ഇത്തരമൊരു സംശയം, ഈ വയോധികയെ കൊന്നു കുഴിച്ചു മൂടിയതായിട്ടുള്ള സംശയമാണ്. ഒരാൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഏതെങ്കിലും രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ പോലീസ് അന്വേഷണം നടത്തുന്നത്? തീർച്ചയായിട്ടും തോമ, അത്തരത്തിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ ഇപ്പോൾ ഒരാൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. മണ്ണഞ്ചേരി പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഉള്ളത്. കടവന്ത്ര സ്വദേശിയായ സുഭദ്രയാണ് കഴിഞ്ഞ 7-ന് ഇവരെ കാണാതായത്. പിന്നീട് 73-കാരിയെ കഴിഞ്ഞ 4-ാം തീയതിയാണ് 73 വരെയെ കാണാതായത്. പിന്നീട് 6-ാം തീയതിയോടെ സുഭദ്രയുടെ മകൻ കടവന്ത്ര പോലീസിൽ പരാതി നൽകി. അന്വേഷണത്തിൽ 8-ാം തീയതി സുഭദ്ര ആലപ്പുഴ കാട്ടൂർ കോത്തശ്ശേരിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സുഭദ്രയെ സംബന്ധിച്ച് മറ്റ് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. തുടർന്ന് മണ്ണഞ്ചേരി പോലീസ് ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഒരാൾ കസ്റ്റഡിയിലായിട്ടുള്ളത്. കസ്റ്റഡിയിലായ ആളുടെ വിശദാംശങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. അല്പസമയം മുമ്പ് ആലപ്പുഴ ഡിവൈഎസ്പി നടത്തുന്ന സംഘം കോർട്ടശ്ശേരിയിൽ ഇപ്പോൾ ഈ ഭാഗത്ത്, അതായത് സുഭദ്രയെ കൊന്നു കുഴിച്ചുമൂടി എന്ന് സംശയിക്കുന്ന ഭാഗത്ത് ഇപ്പോൾ മണ്ണ് നീക്കി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കടവന്ത്ര സ്വദേശിനിയായിട്ടുള്ള സുഭദ്ര എങ്ങനെയാണ് ഈ ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ എത്തിയത്? മാത്രമല്ല, ഈ ഒരാൾ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ട് എന്ന് പറയുന്നു. ഈ സുഭദ്രയുമായി ബന്ധമുള്ള അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ മറ്റോ അടുപ്പമുള്ളവരാണോ ഈ കസ്റ്റഡിയിലുള്ള വ്യക്തി? ഒരു വിശദാംശങ്ങളും പോലീസ് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല എന്നുള്ളതാണ്. കോട്ടശ്ശേരി ക്ഷേത്രത്തിനോട് ചേർന്നുള്ള പറമ്പിലാണ് ഇപ്പോൾ പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ കസ്റ്റഡിയിലുള്ളത് ആരാണ് എന്നതിനെ സംബന്ധിച്ച വിശദാംശങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. പെട്ടെന്നാണ് അല്പസമയം മുമ്പ് ഇത്തരത്തിലൊരു പരിശോധനയിലേക്ക് പോലീസ് കടക്കുന്നതായുള്ള വിവരം നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഈ പോലീസിന് ശരണ്യ, പോലീസ് സ്ഥലത്ത് മണ്ണ് കുഴിച്ചെടുത്ത് അവിടെ കുഴിയെടുത്താണ് പരിശോധന നടത്തുന്നത്. ഈ സ്ഥലത്ത് തന്നെയാണ് ഈ വയോധികയെ സുഭദ്രയെ കൊന്നു കുഴിച്ചു മൂടിയത് എന്ന് വ്യക്തമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് അവിടെ പരിശോധന നടത്തുന്നത്. ശരണ്യ, തോമ, ഈ 50% മേൽ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. മറ്റ് വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ ഭാഗത്ത് ഇപ്പോൾ മണ്ണ് നീക്കിയുള്ള പരിശോധന ആരംഭിച്ചിട്ടേ ഉള്ളൂ. കാരണം ഈ കസ്റ്റഡിയിലുള്ള ആളുടെ മൊഴി പ്രകാരമാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന സൂചനയിലേക്ക് പോലീസ് എത്തിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് മറ്റ് വിശദാംശങ്ങൾ വേണമെങ്കിൽ സുഭദ്ര അത്തരത്തിൽ അവിടെ കുഴിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തേണ്ടതായുണ്ട്. അതിനുവേണ്ടിയുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരണ്യ, ഈ വാർത്ത കേൾക്കുമ്പോൾ നമുക്കൊരു ഓർമ്മ വരുന്നത് ഏതാണ്ട് 2 മാസം മുൻപ് ആലപ്പുഴയിൽ കല എന്ന യുവതിയെ കൊന്നുകുഴിച്ചുമൂടിയ സംഭവമാണ്. കാരണം 15 വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഒരു കേസിന്റെ ചുരുളഴിയുന്നത്. ഈ കൊലപാതകത്തിന്റെ വിവരം പോലും പുറംലോകം അറിയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പോലീസിന്റെ നിഗമനം തെറ്റില്ലായിരിക്കാം. അത്തരമൊരു രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കലയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം. ഇവിടെയും പോലീസിന് ഒരു കൃത്യമായ വിവരങ്ങൾ തന്നെ ലഭ്യമായി എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഏകദേശം, അതായത് ഒരാൾ മാത്രമാണ് കസ്റ്റഡിയിലുള്ളത്. ആരുടെയും അറസ്റ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടില്ല. മണ്ണഞ്ചേരി പോലീസിന്റെ കസ്റ്റഡിയിൽ ഒരാളുണ്ട്. ഈ സുഭദ്രയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിൽ ഉണ്ട് എന്നുള്ളതാണ്. അയാൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ, അതായത് കസ്റ്റഡിയിലുള്ള ആൾ പറഞ്ഞ കാര്യങ്ങൾ ിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായും ഈ പരിശോധന പൂർണ്ണമാകണം. എന്തായാലും ഇപ്പോൾ മണ്ണ് നീക്കിയുള്ള പരിശോധനയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യക്തമായ സൂചനകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു പരിശോധന ഇപ്പോൾ നടക്കുന്നത്. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ മണ്ണഞ്ചേരിയിലാണ് വയോധികയെ കൊന്ന് കുഴിച്ചുമൂടിയതായി സംശയം. സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തുകയാണ്. കടവന്ത്ര സ്വദേശിനി 73-കാരി സുഭദ്രയെ കഴിഞ്ഞ 4-ാം തീയതിയാണ് കാണാതായത്. സുഭദ്രയെ കൊന്ന് കുഴിച്ചുമൂടിയതായി പോലീസിന് വിവരം ലഭിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുന്നു. സംഭവത്തിൽ ഒരാൾ പോലീസിന്റെ കസ്റ്റഡിയിലുമുണ്ട്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പീക്കറുടെ പ്രസ്താവന. സ്പോട്ട് ലൈവ് തുടരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മേൽ നടപടി
എന്ത് സ്വീകരിച്ചുവെന്ന് ഹൈക്കോടതി ചോദിച്ചു. നടപടി സ്വീകരിക്കാൻ വൈകിയത് എന്തുകൊണ്ടാണ്? കാലതാമസം എന്തുകൊണ്ടുണ്ടായി? 4 വർഷം എന്തുകൊണ്ടെടുത്തു? കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ക്രൈം മാത്രം പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചാൽ മതിയെന്നും കോടതി വ്യക്തമാക്കി. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ആജ്ഞ, ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയ ദിവസമാണിത്. ഈ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നോ? എന്തൊക്കെ കാര്യങ്ങളാണ്? കാരണം രൂക്ഷ വിമർശനം സർക്കാരിന് മേലുണ്ടായി. എന്ത് വിശദീകരണമാണ് ഈ വിഷയത്തിൽ സർക്കാർ ഹൈക്കോടതിക്ക് മുൻപാകെ നൽകിയത്? ആജ്ഞ. ടോം, ഇന്നലെയാണ്, അതായത് 10-ാം തീയതിക്ക് മുൻപ് ആണ് സർക്കാർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹൈക്കോടതിയെ സീൽ വെച്ച് കവറിൽ ഏൽപ്പിക്കണമെന്നും സമർപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നത്. അതനുസരിച്ചിട്ടാണ് ഇന്ന് സ്പെഷ്യൽ ബെഞ്ചിന്റെ ആദ്യ സിറ്റിംഗിന് മുൻപ് തന്നെ അഡ്വക്കേറ്റ് ജനറൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണരൂപം ഈ ഡിവിഷൻ ബെഞ്ചിന് കൈമാറുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല, ഇന്ന് 6 ഹർജികൾ പരിഗണിച്ചതിൽ പ്രധാനപ്പെട്ട ഹർജി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിൽ മൊഴി നൽകിയിട്ടുള്ള പ്രതികൾക്കെതിരെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പൊതു താൽപര്യ ഹർജിയാണ്. അതിന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ട് തന്നെയാണ് പൊതു താൽപര്യ ഹർജി കോടതിയുടെ മുൻപാകെ എത്തിയത്. ഈ ഹർജി പരിഗണിക്കുമ്പോഴാണ് ഹൈക്കോടതി അങ്ങേയറ്റം രൂക്ഷമായ വിമർശനവുമായി സർക്കാരിന് നേരെ തിരിഞ്ഞത്. അങ്ങേയറ്റം രൂക്ഷമായ വിമർശനം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ 4.5 വർഷത്തിനുള്ളിൽ സർക്കാർ ഈ റിപ്പോർട്ടിന്മേൽ ചെയ്തിട്ടുള്ളത് എന്നൊരു സാഹചര്യം കൂടി. കാരണം 59ഓളം കേസുകൾ, അതും ലൈംഗിക അതിക്രമ കേസുകൾ, ക്രിമിനൽ പശ്ചാത്തലമുള്ള കേസുകൾ, ഈ കേസുകളിലൊക്കെ സർക്കാർ എന്ത് നടപടിയെടുത്തതിനോ എടുക്കാതിരുന്നതിനോ ഉള്ള കാരണം എന്തായാലും സർക്കാർ കോടതിയെ ബോധിപ്പിക്കേണ്ട സാഹചര്യമുണ്ട് എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 2019 ഡിസംബർ 31 സബ്മിറ്റ് ചെയ്ത ഹേമ കമ്മിറ്റി ഈ സർക്കാരിന് മുൻപിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം സബ്മിറ്റ് ചെയ്യുന്നു. അതിനുശേഷമുള്ള 4.5 വർഷക്കാലം എടുത്തു അതിനകത്തെ എന്തെങ്കിലും നടപടികൾ ഉണ്ടാകാൻ. അതെന്താണ് ഇത്ര കാലതാമസം ഉണ്ടായത് എന്നൊരു സാഹചര്യം കൂടി. പക്ഷേ ഈ ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ SITക്ക് ഈ ഹർജി പരിഗണിക്കുന്ന കാലഘട്ടത്തിൽ അന്വേഷണത്തിന്റെ ചുമതല മുഴുവൻ SIT ഏൽപ്പിച്ചുകൊണ്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം, അതായത് പേജുകൾ നീക്കം ചെയ്യാതെയുള്ള സമ്പൂർണ്ണ റിപ്പോർട്ട് ഈ SITക്ക് കൈമാറണം എന്നും സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. SIT തന്നെ ഈ കേസ് ഇതിന്മേലുള്ള പരാതികളെ പറ്റി അന്വേഷിക്കും. തീർച്ചയായും ഇന്ന് ഹൈക്കോടതി ചോദിച്ച ചോദ്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പൊതുസമൂഹം ചോദിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ 4 വർഷം ഈ റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി സ്വീകരിച്ചു? ഇതിൽ രഹസ്യ സ്വഭാവമുണ്ട്, അതല്ലെങ്കിൽ ചില വ്യക്തികളുടെ വിവരങ്ങൾ പുറത്തുവിടുന്നതിലൊക്കെ മറ്റു നിയമപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ട് എന്നതൊക്കെ വസ്തുത. പക്ഷേ ഇവിടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന ശുപാർശകൾ, ഈ സ്ത്രീകളുടെ ഈ തൊഴിലെടുത്ത്, സിനിമാ മേഖലയിലെ തൊഴിലെടുത്ത് സ്ത്രീകളുടെ സുരക്ഷിതത്വം സംബന്ധിച്ച്, വേതനം സംബന്ധിച്ച് ഒരു കമ്മിറ്റി രൂപീകരിക്കണം, ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഹൈക്കോടതി ഇത്രയധികം വിമർശനം സർക്കാരിന് മേൽ ഉന്നയിച്ചപ്പോൾ എന്ത് മറുപടിയാണ് സർക്കാർ നൽകിയത്? ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് കേസ് ഹൈക്കോടതി എന്നാണ് പരിഗണിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്? ഈ 3-ാം തീയതി, ഒക്ടോബർ 3-ാം തീയതിയാണ് വീണ്ടും കേസ് പരിഗണിക്കുക. ആ ദിവസത്തിൽ സർക്കാർ ഇതിന് കൃത്യമായ മറുപടി നൽകണം. ഏതൊക്കെ കേസുകളിൽ നടപടിയെടുത്തു, ഇതിന് DGP പോലും എന്താണ് മൗനം പാലിച്ചത് എന്നൊരു ചോദ്യം കൂടി ഹൈക്കോടതി ഉന്നയിക്കുകയുണ്ടായി. ഇതിനിടയിൽ മാധ്യമ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യമില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം പ്രസ് കോൺഫറൻസ് നടത്തുകയോ, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രസ് കോൺഫറൻസ് നടത്തുകയോ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ മീഡിയയുമായി ചർച്ച ചെയ്യുകയോ ചെയ്യരുതെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഭരണപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും മീഡിയ അതിൻ്റെതായ ജനാധിപത്യ മര്യാദ പാലിക്കാറുണ്ടെന്നും രഹസ്യ സ്വഭാവമുള്ള കേസുകൾ രഹസ്യമായി വെക്കാൻ മീഡിയയ്ക്ക് കൃത്യമായി അറിയാം. അത് അവരെ ആരും പഠിപ്പിക്കേണ്ട സാഹചര്യമില്ല. രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലാണ് സർക്കാരിന് മേൽ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. അതിർത്തി തർക്കത്തെ തുടർന്ന് അയൽവാസി ഗർഭിണിയായ പശുവിനെ വെട്ടിക്കൊന്നു. എറണാകുളം പിറവത്താണ് സംഭവം. അയൽവാസിയുടെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്കും പരിക്കേറ്റു. മറ്റ് 5
പശുക്കൾക്കും വെട്ടേറ്റു. ഇവിടെ ഇച്ചിരി പൊക്കി കൊടുക്കണം, എന്നെങ്കിലും ബയോഗ്യാസിലോട്ട് പോവുള്ളൂ. അതിനുവേണ്ടി ഇന്നലെ ശരിയാക്കി ഇന്ന് ബായിക്ക് വരാൻ പറ്റിയില്ലാത്തതുകൊണ്ട് ഇത് ഇന്നലെ ഉണ്ടാക്കി വെച്ചേക്കുക. അപ്പം ഞാൻ കരയണ കേട്ടോണ്ട് ഞാൻ വൈക്കോല് അവള് ഇച്ചിരി കരയണായിട്ട് വൈക്കോല് വാരിച്ചു വന്നപ്പോഴത്തേനും കുട്ടായി അവിടെ കയറി വരുന്നുണ്ട്. ഞാൻ നീല ഷീറ്റിൻ്റെ അവിടെ കയറി വരുക. അപ്പം ഞാൻ ചോദിച്ചത് എന്നെ കുട്ടായി ചേട്ടാന്ന് ചോദിച്ചു. അപ്പോൾ കോടാലി കയ്യിലുണ്ട്. അപ്പം എൻ്റെ വിചാരം ആ കിളുന്തും ആത്തയുടെ ഇതും കപ്പളവും ഇത് വെട്ടുവാൻ വരുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം കയറി വന്നു ബയോഗ്യാസിൻ്റെ ഇവിടെ വന്നു, കോടാലി കയ്യിലുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു ഇതെന്നെ കോടാലിയൊക്കെ ആയിട്ട് ചോദിച്ചപ്പോൾ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി, ഇത് ഈ മനുഷ്യ മനസാക്ഷിയെ തന്നെ മരവിപ്പിക്കുന്ന സംഭവമാണ്. ഒരു അതിർത്തി തർക്കത്തെ തുടർന്ന്, അതല്ലെങ്കിൽ ഈ പശുവിനെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ഇത്രയധികം ക്രൂരത കാണിക്കുക, എന്താണ് അവിടെ സംഭവിച്ചത് ഡാനി? ടോം, തീർത്തും ദാരുണമായ സംഭവം, അതിദാരുണം. കാരണം ഈ മിണ്ടാപ്രാണികളോട് ഈ രീതിയിൽ ഇത്രക്ക് ക്രൂരമായി പെരുമാറുക, അതിനെ വെട്ടിക്കൊലപ്പെടുത്തുക എന്ന രീതിയിലേക്ക് വരുന്നു. ഒരാൾ തൻ്റെ ഉപജീവന മാർഗം അത് തന്നെയാണ് മറ്റൊരാൾ ഇടപെട്ട് ഇല്ലാതാകുന്നത്. ഇതിന് അതിർത്തി തർക്കവും അതോടൊപ്പം തന്നെ ഇയാൾ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളുമാണ്. ഇത് പശുവിനെ വളർത്തി അത് കന്നുകാലി വളർത്തൽ അതൊരു ഉപജീവനമായി കൊണ്ടു നടക്കുന്ന ഒരാൾക്ക് നേരെയാണ് ഈ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകുന്നത്. പിറവത്ത്, എറണാകുളം ജില്ലയിലെ പിറവം എടക്കാട്ട് വയലിൽ പള്ളിക്കനിരപ്പിൽ PK മനോജിൻ്റെ 6 പശുക്കളെയാണ് ഈ രീതിയിൽ അയൽവാസി ആക്രമിക്കുന്നത്. പശുക്കളുടെ കഴുത്തിനും നടുവിനും കോടാലി കൊണ്ട് വെട്ടി ആഴത്തിൽ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. പിന്നീട് ഈ പശുക്കളിൽ ഒന്ന് ഒരു പശു ചത്തു. അതോടൊപ്പം തന്നെ ഇത് തടയാൻ ശ്രമിച്ച ഇയാളുടെ മനോജിൻ്റെ ഭാര്യ, അവരുടെ സുനിതയുടെ കൈക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ തമ്മിൽ അതിർത്തി സംബന്ധിച്ചായ കാര്യങ്ങൾ സംബന്ധിച്ച് വലിയ തർക്കത്തിലുണ്ടായിരുന്നു. അതിനിടയ്ക്ക് കന്നുകാലികൾ അവയുടെ ചാണകവും മറ്റ് മാലിന്യങ്ങളും ഇയാളുടെ വീട്ടിലേക്ക് എത്തുന്നു എന്നുള്ള പരാതി ഉയർന്നിരുന്നു. ഇതാണ് ഈ രീതിയിലുള്ള ഒരു കൊടുംകൃത്യത്തിലേക്ക് എത്തിയത്. ടോം, വ്യക്തമാണ്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അങ്ങേയറ്റം ക്രൂരമായ നടപടിയാണ് ഈ അയൽവാസിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.